ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PNC MAKയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റിന് വന്നതിന് ശേഷം ഏതൊക്കെയാണ് വാക്കൻസീസ്, ഏതൊക്കെ കോളേജസിലാണ്, ഏതൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല എന്നത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിരുന്നു. അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം തേർഡ് അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല എന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സൈറ്റിൽ അതിന് വേണ്ടിയിട്ടൊരു ലിങ്ക് വന്നിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് കുറെ കുട്ടികൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. PNC MAKയുടെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്, അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി അലോട്ട്മെന്റ് കിട്ടിയതിനു ശേഷം ജോയിൻ ചെയ്യാതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടാവണം. അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ടോക്കൺ ഫീസോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീയോ അടച്ച് കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് തുടരണം. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ PNC MAK വന്നിരിക്കുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്ലിക്ക് ഹിയർ ഫോർ 2025-26 ജോയിൻഡ് ആൻഡ് നോട്ട് ജോയിൻഡ് സ്റ്റുഡൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ കോളേജ് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല എന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറെഡി നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഏതൊക്കെ ഓപ്ഷൻ ആണോ വെച്ചിട്ടുള്ളത് ആ കോളേജസിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല, എത്ര മാർക്കാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്, അപ്പോൾ ഇനി വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കോളേജസിലും ഒരാൾ പോലും ജോയിൻ ചെയ്യാതെ വരുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് PNC MAKയിൽ ഇനിയും വാക്കൻസി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഇഷ്ടപ്പെട്ട കോളേജസ് മാത്രം ഓപ്ഷൻ ചെയ്യുക. നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് റിമൂവും ചെയ്യാം, പക്ഷെ പുതിയ കോളേജസ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. പല കുട്ടികളും ചോദിച്ചതാണ് റീഅറേഞ്ച്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ കൂടെയാണ് നിങ്ങൾ റീഅറേഞ്ച്മെന്റ് ചെയ്യേണ്ടത്. ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഇവിടെ തന്നെ പെർമനന്റ് ആയിട്ട് തുടരുന്നതായിരിക്കും. ഇനി ആ കോളേജിൽ നിന്നും മാറാൻ സാധിക്കുകയില്ല. മാറണം എന്നുണ്ടെങ്കിൽ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് കോളേജസിൽ നിന്നും സ്റ്റുഡൻസ് മാറുകയില്ല. ഇവിടെ തന്നെ പല കുട്ടികൾക്കും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഓൾറെഡി LBSലും അഡ്മിഷൻ കിട്ടിയ കുട്ടികളായിരിക്കാം. ഓൾറെഡി LBSൽ ജോയിൻ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണെങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഓരോ കാറ്റഗറി ബേസ് ചെയ്തിരിക്കും. SC ST OEC കാറ്റഗറി സ്റ്റുഡൻസിന് ഈ പെനാൽറ്റി വരുന്നില്ല. അല്ലാത്ത മറ്റ് കാറ്റഗറി സ്റ്റുഡൻസിന് പെനാൽറ്റി വരുന്നത് കൊണ്ട് തന്നെ പല കുട്ടികളും LBSൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാകും. അവർ ഈ അസോസിയേഷനിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അവർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പെനാൽറ്റി വരുന്നത് കൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് അഡ്മിഷൻ മാറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ പിന്നെയും വാക്കൻസി വരുന്നതാണ്. അതുപോലെ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ ചെയ്തതിൽ നിന്നും കുറച്ചുകൂടി താഴ്ന്ന മാർക്കുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് 2023 കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ 424 മാർക്കുള്ള കുട്ടിക്കായിരുന്നു അവസാനം അഡ്മിഷൻ കിട്ടിയത്. എന്നാൽ ഈ വർഷം 423 മാർക്കുള്ള കുട്ടികളെ വരെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അലോട്ട്മെന്റ് വന്നാൽ മാത്രമേ അതിലും താഴെയുള്ള രീതിയിലുള്ള മാർക്കുള്ള കുട്ടികളെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കുട്ടികളും ചോദിച്ചതാണ് അലോട്ട്മെന്റ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. സീറ്റ് ഫില്ലാകുന്നത് വരെയും അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു അസോസിയേഷനിൽ വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് സാധ്യതയുണ്ടോ എന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അവർ പറയുന്ന സമയത്ത് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ കോപ്പി, അറ്റസ്റ്റഡ് കോപ്പിയൊക്കെ റെഡിയാക്കി വെക്കുക. നമുക്ക് ഓൾറെഡി ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രോസ്പെക്ടസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റിൽ തന്നെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഫീസ് റെഡിയാക്കി വെക്കുക. ഫീസിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ചുള്ള ഫീസ് നിങ്ങൾ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ ക്യാൻസലായി പോകുന്നതാണ്. അതുപോലെ ടോക്കൺ ഫീസ് അടച്ചിട്ട് ഓൾറെഡി കിട്ടിയ അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്യാതെ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ ആ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഓരോ കോളേജസ് ക്യാൻസൽ ആക്കിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ LBSനെ പോലെയല്ല PNC-MAKയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. LBSൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ടോക്കൺ ഫീസ് അടച്ചാൽ സെക്യൂർ ചെയ്ത് വെക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ PNC-MAKയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞിട്ട് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാധിക്കുന്നത്. ആദ്യം കിട്ടിയ അലോട്ട്മെന്റിലെ കോളേജ് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കില്ല. അത് അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ അലോട്ട്മെന്റ് ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് പ്രോസസ്സിംഗ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസ് ഇപ്പോൾ വാക്കൻസി നോക്കിയിട്ട് ആ ഒരു കോളേജിൽ കിട്ടണം എന്നൊരു ആഗ്രഹം വരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ കോളേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് റീഅറേഞ്ച്മെന്റ് ചെയ്ത് വെക്കാനാണ് സാധിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കുട്ടി ലക്ഷ്മി മേഘം കോളേജ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം ലക്ഷ്മി മേഘം കോളേജിലാണ് ഏറ്റവും ലാസ്റ്റ് കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ആ ഒരു കോളേജ് എന്നുണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റി ചെയ്ത് റീഅറേഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ലക്ഷ്മി മേഘം കോളേജ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് റീഅറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് അലോട്ട്മെന്റ് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കറക്റ്റ് ടൈമിന് അപ്ഡേഷൻസ് അറിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ഒരുപാട് ദിവസം നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം തരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സും ഫീസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുക. ടൈമിന് ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ടൈം തരുന്നതല്ല. ഓൾറെഡി PNC-MAKയിൽ വളരെയധികം സീറ്റുകൾ വാക്കന്റ് ആണ്. പല കുട്ടികളും ജോയിൻ ചെയ്തിട്ടില്ല എന്നത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ റീഅറേഞ്ച്മെന്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. റീഅറേഞ്ച്മെന്റ് ചെയ്യണം എന്നത് നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15-ാം തീയതി ആയിരുന്നു. അതിനുശേഷം അഡ്മിഷൻ എടുക്കാനുള്ള സമയം 15-ാം തീയതി ആയിരുന്നു. ഇവിടെ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ടോക്കൺ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയില്ല. അതുപോലെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് തുടരണം. ഇനി അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീസ് അടച്ച് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.